നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഈ ഒരു ഐസ് വാട്ടറിൽ തന്നെ ഈ ഒരു സവാള ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ കഴുകി എടുത്തിട്ട് ഒരു വെള്ളം വാലാനായിട്ട് നമുക്കിത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സവാളയുടെ ആ ഒരു കറയൊക്കെ ഉണ്ടാവുമല്ലോ, സവാളയ്ക്ക് ചെറുതായിട്ടൊരു വെള്ള കളറിലുള്ള ഒരു കറ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അതുപോലെ സവാളയുടെ ആ ഒരു കുത്തുന്ന ടേസ്റ്റും മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുന്നത്. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരപ്പിടി പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിനയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഒരു കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ള സവാള ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ സാലഡ് റെഡിയായി. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ കുത്തലൊന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാം കേട്ടോ. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ടും ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിന് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്